ഹായ് മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഹിൽ പാലസ് ഫ്രണ്ട്സ് ആ ഗ്രൂപ്പിൻ്റെ അഡ്മിനാണ് മിസ്റ്റർ ജയൻ ജോർജ് മുക്കടക്കൽ. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇവിടെയുള്ള ഒരു കെയർ ഹോം സന്ദർശിക്കുവാനായി വന്നിരിക്കുകയാണ്. കേരളമെങ്ങും ആബാലവൃദ്ധം ജനങ്ങളും ഓണം ആഘോഷിക്കുകയാണല്ലോ. അപ്പോൾ ഇവിടെ കിടപ്പ് രോഗികളായ കുറച്ച് ആളുകളുണ്ട്. അവരോടൊപ്പം ഓണസദ്യ കഴിക്കുക എന്നുള്ള ഉദ്യമത്തോടു കൂടി ഞങ്ങൾ ഹിൽ പാലസിൽ നിന്ന് വന്നിരിക്കുന്ന കൂട്ടുകാരാണ്. ഞങ്ങൾ ഇത് നടത്തുന്ന ബഹുമാനപ്പെട്ട അനിൽ അച്ഛനെ ഒരു വാക്ക് ഒന്ന് കണ്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഫാദർ അനിൽ, നമസ്കാരം. ഞങ്ങൾ ഹിൽ പാലസിൽ നിന്ന് വന്നിരിക്കുന്ന കൂട്ടുകാരാണ്. ഏതാണ്ട് 940 മെമ്പേഴ്സ് ഉള്ള ഒരു കൂട്ടായ്മയാണ് ഇത്. ഈ കൂട്ടായ്മയിൽ ഈ പ്രാവശ്യം ഈ ഓണം ഇവിടെ താമസിക്കുന്ന ആളുകളോടൊപ്പം ചെലവഴിക്കണം എന്ന് ഞങ്ങൾക്ക് തോന്നുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ ഒത്തൊരുമിച്ച് ഇവിടെ വന്നിരിക്കുന്നതാണ്. ഫാദർ അനിൽ അദ്ദേഹം ഇപ്പോൾ നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. അത് ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ദേശീയോത്സവമായിട്ടുള്ള ഓണം, പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത് ഓണത്തിൻ്റെ ആഘോഷങ്ങളുടെ ഏറ്റവും വലിയ അത്തച്ചമയം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളുടെ ഒരു കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഞാനും കരിങ്ങാച്ചിറക്കാരനാണ്. ഇവിടെ വന്ന് താമസം തുടങ്ങിയത് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കാലത്താണ്. 64-ലാണ് ഇവിടെ വന്ന് നമ്മൾ താമസം ആരംഭിക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ നാട്ടിൽ നിന്ന് എല്ലാവരും വന്ന് പ്രത്യേകിച്ച് ഇവിടെ താമസിക്കുന്ന വയോധികരോട് ചേർന്ന് ഈ ആഘോഷം, ഈ സന്തോഷം പങ്കിടുമ്പോൾ എല്ലാവരോടുള്ളതായ നന്ദിയും സ്വാഗതവും ഒരുമിച്ച് ഈ സമയത്ത് അർപ്പിക്കുകയാണ്. ഒത്തിരി എഫേർട്ട് ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒത്തിരി ദിവസങ്ങളായിട്ട് ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ അധ്വാനത്തിൻ്റെ എല്ലാം ഒരു പരിശ്രമത്തിൻ്റെ എല്ലാം ഫലമാണ് ഇന്ന് നടക്കുന്ന ഈ ഓണാഘോഷം. അതുപോലെ തന്നെ ഓണത്തിൻ്റെ നല്ല കലാപരിപാടികളൊക്കെ ചെറുതായിട്ടൊക്കെ നമുക്കിവിടെ നടത്താനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഇവർക്കെല്ലാം നല്ല വിഭവസമൃദ്ധമായ സദ്യ കൊടുക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അതുപോലെ നമുക്കറിയാം, കേരളത്തിലെ ഈ 7ഓളം സർക്കാർ ആശുപത്രികളിൽ ആരുമില്ലാതെ വരുന്ന കിടപ്പ് രോഗികളെയാണ് നമ്മളെടുത്ത് പരിപാലിക്കുന്നത്. നമ്മൾ 2019-ലാണ് ഇത് ആരംഭം കുറിക്കുക. ഇന്നത്തെ ദിവസത്തിന് നാളെ ഇതിൻ്റെ ഈ സ്ഥാപനം ആരംഭിച്ചിട്ട് 6 വർഷം പൂർത്തിയാകുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഒരു വാർഷികവും കൂടെ ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ സ്ഥാപനം ആരംഭിച്ചിട്ട് ഇത് ആദ്യത്തെ 2019-ലല്ലേ അച്ഛൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് കേവലം 3 ആളുകളുമായിട്ട് അച്ഛൻ തുടങ്ങിയ ഒരു ചെറിയ സംരംഭമാണ് ഇന്ന് ഈ ഭാഗത്തേക്ക് ഇത്രയുമൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ ഏതാണ്ട് 140 ആളുകൾ ഇപ്പോൾ താമസിക്കുന്നുണ്ട്. നടക്കാൻ കഴിയുന്ന രീതിയിൽ കിടപ്പ് രോഗികളെ പരിചരിച്ച് അവരെ നടക്കുന്ന രീതിയിലേക്ക് ആക്കുക എന്നുള്ളതാണ് അച്ഛൻ്റെ ഈ ഉത്തരവാദിത്വവും അച്ഛൻ്റെ സർവീസും. എല്ലാം കൊണ്ടും വളരെ ധന്യമാണ്. ഇങ്ങനെയുള്ള അച്ഛന്മാർ ഞങ്ങളുടെ സമൂഹത്തിൽ വേറെയുമുണ്ട്. ഫാദർ സാംസൺ മേലോത്ത് ഇതുപോലെ തന്നെ പെലിക്കൻ സെൻറ്റർ കാഞ്ഞിരമറ്റത്ത് നടത്തുന്നുണ്ട്. അച്ഛൻ വേറൊരു തീവ്ര യജ്ഞത്തിലാണ്. കാഞ്ഞിരമറ്റത്ത് തന്നെ വേറെ ഇതുപോലെ തന്നെ ഒരു സ്ഥാപനം, നമുക്ക് 2-3 പ്രോജക്റ്റുകളോട് നമ്മുടെ മനസ്സിൽ സ്പൈനൽ കോഡ് ഇഞ്ചുറി വന്നവർക്ക് ഒരു തെറാപ്പി സെന്റർ, അതുപോലെ ഓട്ടിസ്റ്റിക്സ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ളൊരു സെന്റർ എല്ലാം മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ട് നമ്മൾ ഇച്ചിരി സ്ഥലം ഈ അടുത്ത കാലത്ത് വാങ്ങി. അത് പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. അവിടെ നമ്മൾ ആരംഭം കുറിച്ചുകൊണ്ട് ഒരു പാലിയേറ്റീവ് കെയർ സെന്ററും ഒരു ഹോസ്പീസ് അവസാന സമയത്ത് ആളുകൾക്ക് സമാധാനപരമായിട്ട് താമസിച്ച് മരിക്കാൻ സാഹചര്യം ഒരുക്കുന്ന ഒരു സെന്ററോടെ നമ്മൾ നാളെ ആരംഭം കുറിക്കുകയാണ്. നാളെ അങ്ങനെ ഒരു നല്ല തുടക്കത്തിന് ആരംഭം കുറിക്കുകയാണ്. അച്ഛനോടൊപ്പം ഹിൽ പാലസ് ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും എന്നും ഉണ്ടായിരിക്കും എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.